പത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ സി എ സാറാണെങ്കിലും വേണുവിനാണെങ്കിലും നല്ല രീതിയിൽ ബുദ്ധിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെ അനിയേട്ടൻ്റെ പണിയെടുത്ത് പൂട്ടണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. കാര്യം വെച്ചാൽ നമുക്ക് അനിയാണെങ്കിൽ അകത്തായാലല്ലേ നമ്മളെ സി എ സാറിൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കത്തുള്ളൂ. അങ്ങനെ നമ്മളെ വേണുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും അനാമികയായിട്ടുള്ള കല്യാണം ഒന്നും ഡിവോഴ്സ് ആവാത്ത സ്ഥിതിക്ക് എന്തായാലും നന്ദു ആനയും കൂട്ടി അനിയാണെങ്കിലും ഇങ്ങനെ ചുറ്റുന്നതൊക്കെ അത് ഭയങ്കര തെറ്റാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് അനാമികയെ കൊണ്ട് നല്ല രീതിയിലൊരു കേസും കാര്യങ്ങളൊക്കെ അനിയുടെ പേർക്ക് കൊടുക്കണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും അനാമികയായിട്ട് സംസാരിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇത് വെറുതെ വിടാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആ മൂർത്തി സാറാണെങ്കിൽ എനിക്ക് പൈസ തരാമെന്നും പറഞ്ഞിട്ടാണെങ്കിൽ അയാളും എന്നെ കൊണ്ട് തല്ലിച്ചതച്ചു. അതുപോലെ തന്നെ നന്ദു ആണെങ്കിലും എന്നെ സ്റ്റേഷനിലിട്ട് നല്ല രീതിയിൽ എന്നെ തല്ലി ചതച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനൊക്കെയുള്ള പ്രതികാരം എനിക്ക് തീർത്തേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ വേണമെങ്കിൽ അനാമികയുടെ അടുത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് അനാമിക അടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് അനാമിക പറയുന്നുണ്ട്, എന്തായാലും ഇതെല്ലാം നല്ല ഐഡിയ കാര്യങ്ങൾ, അപ്പോൾ അവൻ്റെ പേർക്ക് എന്തായാലും കേസ് കൊടുക്കണം. അവന് എന്തായാലും ഞാൻ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ഞാൻ താമസിക്കത്തില്ല, എന്തായാലും നന്ദുവിൻ്റെ കൂടെ അവനെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ഞാൻ താമസിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എന്തായാലും കേസ് കൊടുക്കാനൊക്കെ വേണ്ടിയാണെങ്കിൽ അനാമികയെ വീട്ടുകാരൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ വേണമെങ്കിൽ സി ഐ സാറിനെ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇതെനിക്ക് അനാമിക കേസ് കൊടുക്കാനൊക്കെ തയ്യാറായെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ സി ഐ സാറാണെങ്കിൽ കുറേ തെളിവുകളൊക്കെ ഒപ്പിച്ചൊക്കെ വയ്ക്കും കേട്ടോ. അങ്ങനെയാണെങ്കിൽ സി ഐ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും സാറേ ഞാനും അനാമികയും എന്തായാലും എത്രയും പെട്ടെന്ന് വരാം, ഞങ്ങൾ കേസ് കൊടുക്കാൻ വരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേണും അനാമികയാണെങ്കിൽ വീണ്ടും നമ്മൾ അനിയുടെ പേർക്ക് കേസ് കൊടുക്കുന്നുണ്ട്. അപ്പം വീണ്ടും നമ്മൾ അനിയാണെങ്കിൽ വീണ്ടും അറസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മളെ നന്ദുവിനെ കേട്ടോ. അങ്ങനെ നന്ദു ആണെങ്കിൽ വീണ്ടും അനന്തപുരി തറവാട്ടിലേക്ക് പോകുന്നുണ്ട് അനിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി. ചെല്ലുന്ന സമയത്താണെങ്കിൽ ജാനകി ചോദിക്കുന്നു, നന്ദുവിൻ്റെ അടുത്താണെങ്കിൽ ചൂടായിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്തിനടി വീണ്ടും എൻ്റെ മോനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നത്, നിനക്ക് എന്താ എൻ്റെ മോനെ കണ്ടോണ്ടിരിക്കണമെന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നന്ദു പറയുന്നുണ്ട്, എനിക്കല്ലേ കണ്ടുകൊണ്ടിരിക്കേണ്ടത്, നിങ്ങളെ മരുമോളാണ് അവൻ്റെ പേർക്ക് വീണ്ടും കേസ് കൊടുത്തിരിക്കുന്നത്, അവനെ പുറത്തിറക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ ഉള്ള തെളിവുകളോട് കൂടിയാണ് അവൻ്റെ പേർക്ക് വീണ്ടും ഉള്ള കേസ് കൊടുത്തിട്ടുള്ളതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ജാനകിയാണെങ്കിലും നന്ദുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ അടി ഇതിനെല്ലാത്തിനും കാരണം എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ നന്ദു പറയുന്നുണ്ട്, അത് ശരിയാണല്ലോ, തെറ്റ് ചെയ്യുന്ന മരുമോളാണെങ്കിലും നല്ല വെള്ളം വെറുതെ ഇരിക്കുന്ന ഞാനാണല്ലോ ഇതിനെല്ലാം കാരണക്കാരി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നന്ദു ആണെങ്കിൽ പറയുന്നുണ്ട്, നിങ്ങൾ ആവശ്യമില്ലാതെ എൻ്റെ അടുത്ത് ഉടക്കാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ പിടിച്ച് അകത്ത് ഇടുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ നന്ദു ആണെങ്കിൽ അനിയും കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ സന്തോഷമല്ലേ ഉള്ളൂ, കാര്യം നന്ദു അല്ലേ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മളെ ദേവയാനി പറയുന്നുണ്ട്, ഇവിടെ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ അവിയാണെങ്കിൽ അവിടെ ഇത് പറയുന്നുണ്ട്, മുത്തശ്ശൻ പൈസ കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ പൈസയൊക്കെ കൊടുത്തില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടായിരിക്കും അവൾ വീണ്ടും ഇങ്ങനെ കേസ് കൊണ്ട് കൊടുത്തതെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മളെ ദേവയാനി ചോദിക്കുന്നുണ്ട്, അപ്പോൾ അവർ ചോദിച്ചെന്നും പറഞ്ഞിട്ട് ഇപ്പം നമുക്കങ്ങ് മൊത്തത്തിൽ എണ്ണി കൊടുക്കാനൊക്കെ പറ്റുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇനി പറയുന്നുണ്ട്, എന്തായാലും ഇവർക്ക് ഇനി എന്തായാലും നല്ല പണി കൊടുക്കാൻ പോകുന്നത് അച്ഛനായിരിക്കും, ഇങ്ങനെ ചുമ്മാ അനിയെ ഇങ്ങനെ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്ത് ഇവർ പോകുന്നതുകൊണ്ട് ഇവരെ ആയിരിക്കും ചിലപ്പോൾ മിക്കവാറും പുറം ലോകം കാണാത്ത രീതിയിൽ അച്ഛൻ പൂട്ടാൻ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അച്ഛൻ വന്നതിന് ശേഷം ഇനി ബാക്കി എന്താണെന്ന് വെച്ചാൽ അച്ഛൻ തീരുമാനിക്കുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ ജാനകിക്കാണെങ്കിൽ നല്ല ദേഷ്യം കയറി വരുന്നുണ്ട്. അങ്ങനെ ജാനകിയാണെങ്കിൽ പറയുന്നുണ്ട്, എന്തായാലും എനിക്കൊന്ന് അവളെ ഒന്ന് കാണണം, ഞാനൊന്ന് അവളെ വീട്ടിലൊന്ന് പോയിട്ട് വരട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഒരു സമയത്ത് ഞാൻ അവളെ വീട്ടിൽ പോയിട്ട് അവൾക്കും അവളെ അച്ഛനിക്കും അവളെ അമ്മയ്ക്കൊക്കെ ഞാനാണെങ്കിൽ ഒരു താക്കീത് കൊടുത്തിട്ട് വന്നതാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ട് അവരത് ഗൗരവമായിട്ട് എടുത്തിട്ടില്ല. ഞാൻ അവരത് പറഞ്ഞത് ഇനി മേലെ അനിയുടെ പിറക്കെ നടന്ന് ശല്യം ചെയ്ത് പോരുന്നത്, പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇട്ട് പണി തരാൻ പോകുന്നത് ഞാനായിരിക്കും എന്നൊക്കെ എല്ലാം ഞാൻ പറഞ്ഞിട്ട് വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ നമ്മളെ ജാനകിയാണെങ്കിൽ നേരെ അനാമികയുടെ വീട്ടിൽ പോകുന്നുണ്ട് കേട്ടോ. പോകുന്ന സമയത്താണെങ്കിൽ അനാമിക അവിടെ നിൽപ്പുണ്ട്. അനാമിക അതിൻ്റെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടോ, ഇനി ഈ പെണ്ണുമ്പോൾ എന്തിനാണ് എങ്ങോട്ട് വന്നതെന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഇനി മോനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയല്ലോ, ഇനി ആ കാര്യങ്ങൾ എന്തെങ്കിലും പറയാൻ വേണ്ടിയായിരിക്കും ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ജാനകിയാണെങ്കിൽ അനാമിക അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്തായാലും നിൻ്റെ അടുത്ത് ഒരുക്കെ വന്ന് ഞാൻ പറഞ്ഞ കാര്യമല്ലായിരുന്നു, അവൻ്റെ പിറകെ ഇനി നടന്ന് ശല്യം ചെയ്യരുത്, നിനക്ക് നിൻ്റെ വഴി അവനിക്ക് അവൻ്റെ വഴി വേണമെന്നൊക്കെ നിൻ്റെ അടുത്ത് പറഞ്ഞല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നമ്മൾ ജാനകിയാണെങ്കിൽ അനാമികയുടെ അടുത്ത് പറയുന്നുണ്ട്, നിൻ്റെ അടുത്തൊക്കെ എത്ര പറഞ്ഞാലും നിനക്കത് മനസ്സിലാവത്തില്ലേ, അവൻ്റെ പേർക്ക് ഇനി കേസ് കൊടുക്കരുതെന്നെല്ലാം ഞാൻ നിൻ്റെ അടുത്തൊക്കെ വന്ന് പറഞ്ഞിട്ട് പോയതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ നമ്മളെ ജാനകിയാണെങ്കിൽ അനാമികയെ എടുത്തിട്ട് നല്ല അടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, പോയി ഇനി എൻ്റെ പേർക്കൂടെ കൊണ്ട് കേസ് കൊടുക്കും, എനിക്കൊരു ഇത്രയും പേടിയില്ല, ഇനി നീ എൻ്റെ പേർക്കൂടെ കൊണ്ട് കേസൊക്കെ കൊടുക്കാനൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മളെ ജാനകിയാണെങ്കിൽ അവിടെ നിന്നാണെങ്കിൽ ദേഷിച്ചങ്ങ് പോകുന്നുണ്ട്. നമ്മളെ ജാനകിയാണെങ്കിൽ അനാമികയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ, എന്തായാലും ഇനി അവൻ്റെ പിറകെ കേസ് കൊടുക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നീയൊക്കെ കിടന്ന് ഇനി അനുഭവിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ ജാനകി അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ പിന്നെ അനാമികയാണെങ്കിൽ വേണുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അമ്മയും കൂടി ഇതിൻ്റെ പിറകെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റത്തില്ല, പിന്നെ നമ്മൾ ഇവിടെ അവസാനം പെട്ടുപോകുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ വേണു പറയുന്നുണ്ടോ, അതൊന്നും കുഴപ്പമില്ല, നീ അതൊന്നും ഓർത്ത് പേടിക്കേണ്ട കാര്യമില്ല, എന്തായാലും സി ഐ സാർ എന്തായാലും നമ്മളെ കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ സി ഐ സാറിന് ഇവർക്ക് സപ്പോർട്ടായിട്ടല്ലല്ലോ നിൽക്കുന്നത്, എങ്ങനെയും നന്ദുവിൻ്റെ കല്യാണം കഴിക്കണമല്ലോ, അതുകൊണ്ടാണ് സി ഐ സാർ ഇപ്പോൾ ഇവരെ പിറകെയൊക്കെ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ഹൈപ്പ് കൂടെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.